Parle Fab in yummy chocolate and vanilla crème. എല്ലാ മോഡൽസും റെഡിയല്ലേ ഹണി? അതെ, തീർച്ചയായും. പക്ഷെ കുറച്ചുകൂടി സമയമെടുക്കും. ഞങ്ങൾ ദൂരെ നിന്നാണ് വന്നിരിക്കുന്നത്. ഇത് കാണാതെ പോകാൻ ഞങ്ങൾ കഴുതകളല്ല. അതുകൊണ്ട് വേഗം തുടങ്ങാൻ നോക്ക്. അല്ലെങ്കിൽ ഞങ്ങളുടെ കാശ് മര്യാദയ്ക്ക് തിരിച്ചു തരാൻ നോക്ക്. ഈ പ്രോഗ്രാം ഇന്നെങ്കിലും തുടങ്ങുമോ? ആർക്കറിയാം. കൂട്ടുകാരെ, പ്രോഗ്രാം കാണാൻ ആൾക്കാർ കൂടി വരിക. മോഡൽസ് റെഡിയാകുന്നത് വരെ പബ്ലിക്കിനെ എങ്ങനെയെങ്കിലും നിയന്ത്രിച്ചേ മതിയാകൂ ബനി. ആ ജോലി ചെയ്യാൻ ഒരേ ഒരു കുരങ്ങൻ മാത്രമേ കഴിയൂ. അല്ല, നിങ്ങൾ എന്തിനാ എന്റെ നേരെ നോക്കുന്നത്? എന്നെ കൊണ്ടൊന്നും പറ്റില്ല, പറഞ്ഞേക്കാം. സംശയമുണ്ടോ? സഹോദരന്മാരെ, നിങ്ങൾക്ക് വേണ്ടി ഇതാ ഈ സ്റ്റേജിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു സിനിമാറ്റിക് ഡാൻസ്. ഈ ഡാൻസർ ലോക പ്രശസ്തയാണ്. പ്ലീസ് വെൽക്കം വേൾഡ് ഫേമസ് ഡാൻസർ മിസ് പപ്പട്ടിയ. ഞങ്ങൾക്ക് കാണേണ്ടത് കോമ്പറ്റീഷൻ ആണ്. കോമ്പറ്റീഷൻ തുടങ്ങാൻ നോക്ക്. വേഗം ആവട്ടെ. മോഡൽസ് അവിടെ റെഡിയായോ? വേഗം ഇങ്ങോട്ടേക്ക് അയക്ക്. പോപ്പട്ടെ, പ്രോഗ്രാം തുടങ്ങാൻ സമയം. റെഡി ആയിക്കോ. അയ്യോ, എന്റെ മേക്കപ്പ് എല്ലാം പോയല്ലോ. ഇനിയിപ്പോ ഞങ്ങൾ ആ ഷോയിൽ എങ്ങനെ പങ്കെടുക്കും? മേഡം, അങ്ങനെ അങ്ങ് ചിരിച്ച് സന്തോഷിക്കാൻ വരട്ടെ. എല്ലാം ഇപ്പൊ നിൽക്കും. അല്ലെങ്കിലും വരാനുള്ളത് വഴിത്തെങ്കിലെന്ന് പറയുന്നത് ശരിയാണ്. എനിക്കിപ്പോൾ തന്നെ പോണം. ഷോയ്ക്കുള്ള ടൈം ആകാറായി. അയ്യോ, ഈ വേഷത്തിൽ പോയ ആൾക്കാർ ചിരിക്കും. ഷോയും കൊളാവും. ഓഡിയൻസിന്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പൊ തന്നെ ഈ ഷോ തുടങ്ങിയേ മതിയാകൂ. ഇത് കണ്ടിട്ട് പുതിയ ഏതോ ഹെയർ സ്റ്റൈലാണെന്നാ തോന്നുന്നേ. ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ശരിയാവുമെന്ന്. എന്താ ഒരു ഫാഷൻ! ഇനി ഒരു 12 മണിക്കൂർ യാത്രയേ ഉള്ളൂ. അതൊന്നും ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ശരിയാക്കാന്നേ. തീർച്ചയായും എല്ലാ ആയുധങ്ങളും റെഡിയാണ്. Slide, swim, glide, feel the fun of Fab ride, feel the Fab. Parle Fab in yummy chocolate and vanilla crème. അല്ല, ഇതിനെന്തായി പറ്റിയത്? അയ്യോ, ഇതിന് ഏത് സ്വിച്ചായി ഇപ്പൊ അമർത്തുക? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതിന് എനിക്കും അറിയില്ല എന്താ സംഭവിച്ചതെന്ന്.
അതെ അതെ, ഇത് നമ്മൾ ഉദ്ദേശിച്ച ഗ്രഹമല്ല, ഇത് വേറെ ഏതോ ഗ്രഹമാണെന്നാ തോന്നുന്നത്. ഇവരെ കണ്ടിട്ട് നമ്മളെക്കാൾ അപകടകാരികളാണെന്നാ തോന്നുന്നത്. ഗുരുജി, ഇവർക്ക് നമ്മൾക്കുള്ളത് പോലെ വിദ്യുത് സംരശ്മികളുണ്ട്. മാത്രമല്ല അത് ഉപയോഗിച്ചാണ് ഇവർ നമ്മൾ ആക്രമിക്കാൻ നോക്കുന്നത്. ഗുരുജി, जी बाबा जी बट 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 चला ഗുരുജി പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ മാർസാപൂരിൽ നിന്നാണ് വരുന്നതെന്നാ. അത് ശരി, അപ്പൊ നിങ്ങൾ ഏലിയൻസ് ആണോ? गुल 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 कर 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 गुल गुल गर 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 कर 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 चंग 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 ഞാനാകെ ഏലിയൻസ് ആണോ അല്ലോ എന്നല്ലേ ചോദിച്ചുള്ളൂ. അത് തന്നെയാണ് ഗുരുജി പറഞ്ഞത്. പക്ഷെ നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നത്? कॉस्मोस ഇതെന്താ ചെറിയ കാര്യമാണെന്നാ അയ്യോ തോന്നുന്നത്. അതല്ല, ഗുരുജി പറയുന്നത് ഞങ്ങൾ ഇവിടേക്ക് വഴിതെറ്റി വന്നതാണെന്നാണ്. പക്ഷെ ഞങ്ങൾ വന്നിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന സത്യത്തിൽ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ദുർബലരാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? അയാൾ ഇപ്രാവശ്യം ക്രിസ്മസ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ना को 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 मांगो जांगो बांगो को जो को मिलक मिलो जो 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 बोगो बोगो बागो बागो जुजो जुजो ഈ പ്രാവശ്യം എന്തോ വലിയ കാര്യമാ പറഞ്ഞത്. അയ്യോ അല്ലല്ല, ഗുരുജി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ attack! അയ്യോ ഇല്ലില്ല, ഞങ്ങൾ ആരും നിങ്ങളെ അറ്റാക്ക് ചെയ്തിട്ടില്ല. ഞങ്ങളിവിടെ ഞങ്ങളുടെ ഇവന്റ് അടുത്തായിരുന്നു. അവരെന്തോ തെറ്റിദ്ധരിച്ചെന്നാ തോന്നുന്നത്. നമ്മുടെ ലൈറ്റ് കണ്ടപ്പോ അവർ വിചാരിച്ച അവരെ നമ്മൾ ആക്രമിച്ചെന്നാ. അതുകൊണ്ട് അവര് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. വേഗം ലൈറ്റ് ഓഫ് ചെയ്യോ. നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ സ്പേസ് ഷിപ്പിന് അടുത്തെത്തണം. ഗുരുജി നിലവിളിക്കാണെന്ന് തോന്നുന്നല്ലോ. ആരും നിലവിളിക്കാണെന്ന് തോന്നുന്ന. കൂട്ടുകാരെ, ഞാൻ എന്റെ ടാലന്റ് എന്താണെന്ന് കാണിച്ചു കൊടുക്കേണ്ടത് ഇവിടെയാണ്. സംശയമുണ്ടോ? നിനക്കുള്ള നിനക്കുള്ള ടാലന്റ് talent എന്താണ്? എനിക്ക് പറക്കാൻ സാധിക്കും. സർദാറെ, നീ ലേസറിനൊന്ന് നോക്കിയേക്ക്. ഇനിയിപ്പോ എന്തായാലും ഞാനും എന്റെ ടാലന്റ് യൂസ് ചെയ്യാം. അതിന് നിനക്കുള്ള ടാലന്റ് എന്താണ്? മറന്നുപോയോ? ഞാൻ പൂച്ചയാണ്. മ്യാവ്. അയ്യോ, അവരാ രശ്മികൾ വീണ്ടും നമുക്ക് നേരെ വിടുന്നു. कांगरी ഗുരുജി, ഗുരുജി നമ്മൾ രക്ഷപ്പെട്ടു. നമുക്കൊന്നും പറ്റിയില്ല ഗുരുജി, ഒന്നും പറ്റിയില്ല. ഇപ്പൊ ഒന്നും പറ്റിയില്ല, പക്ഷെ ഇനി പറ്റും. അതായത് നിങ്ങളെ രശ്മികൾ കൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഗുരുജി ചോദിക്കുന്നത്. ദാ പിടിക്ക് പണി. ഈ ഗ്ലൂ ഉപയോഗിച്ച് യുവമാരുടെ ഷിപ്പ് നശിപ്പിക്ക്. बिल बिल डोंग डोंग बिल 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 നിങ്ങൾ അങ്ങനെ എന്തിനാ ചെയ്തതെന്നാണ് ഗുരുജി ചോദിക്കുന്നത്.
ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല, ഞങ്ങളിവിടെ ഞങ്ങളുടെ ഈവന്റ് നടത്തുകയായിരുന്നു. മാത്രമല്ല അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധ്വംസ രശ്മികളല്ല, ഞങ്ങളുടെ സ്റ്റേജ് ലൈറ്റ് ആണ്. സംശയമുണ്ടോ? അല്ല, അതായത് ഈ വിധ്വംസക് റോഷനി എന്ന് വെച്ചാൽ എന്താ കൊച്ചലിയ? ആ രശ്മി ഉപയോഗിച്ച് വളരെയധികം നാശം വിതയ്ക്കാൻ സാധിക്കും. അതാണ് പ്രത്യേകത. അതിനെ ഡിസ്ട്രോയ് ലൈറ്റ് എന്ന് പറയാറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ദയവായിട്ട് ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ എല്ലാരും വളരെ ശാന്തശീലരാണ്. അങ്ങനെയുള്ള ഞങ്ങൾ എന്തിനാ നിങ്ങളെ ആക്രമിക്കുന്നത്? ഏലിയൻസ് കൂട്ടുകാരെ, ഇവിടെ ഭൂമിയിൽ താമസിക്കുന്ന ഞങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളുകളെ അല്ല. അയ്യോ, ഇത് ഭൂമിയായിരുന്നു. ഗുരുജി കേട്ടില്ലേ, ഇത് ഭൂമിയാണ്. വളരെ നല്ല ഗ്രഹമാണ്. വളരെ നല്ല ജീവജാലങ്ങളാണ് ഇവിടെ ഉള്ളത്. പണ്ടെന്റെ അമ്മ ഭൂമിയിലുള്ള കഥ പറഞ്ഞ് എന്നെ കേൾപ്പിച്ചിരുന്നു. കൊള്ളാലോ. ശരി, ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി. ഞങ്ങൾ പോകേണ്ടിയിരുന്ന ഗ്രഹം ഇവിടുന്ന് വളരെയധികം ദൂരെയാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സ്പേസ് ഷിപ്പ് കൂടി റിപ്പയർ ചെയ്യണ്ടേ? ഇപ്പൊ എന്തോ വലിയ കാര്യമാണ് പറഞ്ഞത്. അയ്യോ, അങ്ങനെയല്ല ഗുരുജി ഉദ്ദേശിച്ചത്. ഈ ഗ്രഹം വളരെ നല്ലതാണെന്നാണ് പറഞ്ഞത്. സിന്ദാബാദ്. അയ്യോ, സിന്ദാബാദ് എന്നല്ല. നിങ്ങൾ ഇത്രയും നല്ലവരാണെന്നുള്ള കാര്യം ഗുരുജിക്ക് അറിയില്ലായിരുന്നു എന്നാ പറഞ്ഞത്. ഞങ്ങൾ ഞങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ആക്രമിച്ചത്. ഞങ്ങൾ വിചാരിച്ചത് നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കുകയാണെന്നാണ്. ഞങ്ങളോട് നിങ്ങൾ ക്ഷമിച്ചേക്കണേ. അതെ, എനിക്കറിയാം ഗുരുജിക്ക് നടക്കുന്നത് ഇഷ്ടമല്ലെന്ന്. പക്ഷെ നമ്മൾ നടന്നു പോയല്ലേ പറ്റൂ. നല്ല വിശപ്പുണ്ട്. എന്റെ വയറ്റിൽ എലി താണ്ഡവം നൃത്തം ചെയ്യാ. ജോജോ മോമോ ഗോഗോ മോമോ ചോച്ചോ മോമോ ചോച്ചോ. അയ്യോ, ഈ സോർദാറിന് എന്താ പറ്റിയത്? ഗുരുജി വേറൊന്നുമല്ല പറഞ്ഞത്, വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞത്.